നമ്മൾ ഓരോ വ്യക്തിക്കും മനഃശാസ്ത്രപരമായ സമീപനമുള്ളവരാണ്. എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അച്യുതാനന്ദനെക്കുറിച്ച് പറയുമ്പോൾ ധാർഷ്ട്യമാണ്, കർക്കശ്യക്കാരനാണ്. കരുണാകരനെക്കുറിച്ച് പറയുമ്പോൾ വേറെ തലത്തിലേക്ക് നമ്മൾ പറയും. നമ്മൾ കളിയാക്കിയൊക്കെ ഒരു പേരിട്ട് പറഞ്ഞു. ഞാനിപ്പോൾ മുൻ മുഖ്യമന്ത്രി മരിച്ചു പോയ ആളിനായോട് അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഓരോരുത്തർ, പിന്നെ സൗമ്യൻ എന്ന് പറയും ചിലരെ. അങ്ങനെ പല മനഃശാസ്ത്രവും നമ്മൾ പറയാറുണ്ട് ഓരോ ഭരണാധികാരിക്കും. ഇപ്പോൾ സാർ ചക്രവർത്തിയുടെ മനഃശാസ്ത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ അടുത്ത നെപ്പോളിയൻ്റേതല്ല, അടുത്ത സദ്ദാം ഹുസൈൻ്റേത്, ഓരോ അതുപോലെ നമ്മുടെ ഇപ്പോൾ വ്ളാഡിമിർ പുട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നെതന്യാഹുവിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ മനഃശാസ്ത്രമുണ്ട്. പിണറായി വിജയൻ്റെ മനഃശാസ്ത്രം വളരെ ലളിതമാണ്. അദ്ദേഹത്തിന് അറിയാം ഈ തുടർ ഭരണം കിട്ടൂല എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അത് നമുക്കറിയില്ലല്ലോ. തുടർ ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും നാളത്തെ ചരിത്രത്തിൽ കുട്ടികൾ പിണറായി വിജയനെ പഠിക്കണം. എങ്ങനെ പഠിക്കണം? രണ്ട് രീതിയിൽ പഠിക്കണം. ഒന്ന്, ഒരു നവോത്ഥാന നായകനായിട്ട് പഠിച്ചാൽ വളരെ നല്ലത്. പക്ഷേ അത് ശബരിമല വിഷയത്തിൽ അങ്ങനൊരു ശ്രമം മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാക്കളെല്ലാം പറഞ്ഞു കൊടുത്തു. നിങ്ങളിങ്ങനെ സ്ത്രീകളെ കയറ്റുന്ന കാര്യത്തിലൊക്കെ ഒരു മുൻകൈ എടുത്ത് കയറ്റാൻ പറ്റിയാൽ നവോത്ഥാന നായകനായി. പക്ഷേ അത് നടന്നില്ല. രണ്ടാമതൊരു കാര്യം സീമിനോട് പറഞ്ഞത്, കേരളത്തിൽ നടക്കില്ല എന്ന് പറയുന്ന വികസനങ്ങളൊക്കെ നടത്തിയ ആളാണ്. അതിവിടെ പല കാരണങ്ങളാൽ വികസനം നടക്കാത്ത സംസ്ഥാനമാണെന്ന് പേരുണ്ട്. നോക്കുകൂലിയുടെ പേരിലുണ്ട്, തൊഴിലാളി വർഗ സമരത്തിൻ്റെ പേരിലുണ്ട്, പിന്നെ യൂണിയൻ്റെ പ്രശ്നമുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുണ്ട്, മീഡിയകൾ അങ്ങനെ വേണ്ടത്ര വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. ഏത് കാര്യം വന്നാലും വിവാദം വരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വികസനത്തിൻ്റെ നായകൻ എന്ന് അദ്ദേഹത്തിന് അറിയണം.